ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിലെ ബഡ്ജറ്റ് വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1715 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വില്ലയിൽ നിന്ന് തേവക്കൽ ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം 1.5 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കാക്കനാട് മെയിൻ ടൗണിലേക്ക് 8 കിലോമീറ്ററുമാണ് വരുന്നത്. വീതിയുള്ള ഇന്റർലോക്കിംഗ് വിരിച്ച കട്ടകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലുടനീളം നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റും നൽകിക്കൊണ്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം നമുക്ക് ഈ വീട്ടിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു പാർക്കിംഗ് ഏരിയ കവേർഡാക്കിയും മറ്റൊന്ന് ഓപ്പണായുമാണ് ഇവിടെ ഉള്ളത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ്സായി വരുന്നത് കിണർ വെള്ളം തന്നെയാണ്. കടപ്പാക്കല്ലുകളൊക്കെ വിരിച്ച് മനോഹരമായി തന്നെയാണ് മുറ്റം ചെയ്തിരിക്കുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടും കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഭംഗിയുള്ളൊരു വാൾപേപ്പറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് മനോഹരമായൊരു പാർട്ടീഷൻ വർക്കൊക്കെ കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണയായി നമ്മൾ ഒരു ബഡ്ജറ്റ് വീടിന് കാണാത്ത വിധത്തിലുള്ള വലിപ്പത്തിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ ബിൽഡറുടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാരെ തന്നെ നല്ല ഭംഗിയാക്കി ഒരു വുഡൻ ഫിനിഷിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല മനോഹരമായി തന്നെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് കാണാം. ഇവിടെയും ഒരു സിങ്കും കബോർഡ് വർക്കൊക്കെ കൊടുത്ത് മുഴുവനായി കവർ ചെയ്താണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നതെല്ലാം 12 അടിയോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാൾപേപ്പർ ഡിസൈൻ ഈ വീടിന്റെ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡോർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് നൽകിക്കൊണ്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്കിവിടെ കാണാം. സ്റ്റെയർവേക്ക് താഴെയായി ഇൻവെർട്ടറും മറ്റും വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ പൂർത്തിയാക്കി നമുക്ക് ഇനി നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേയുടെ വാളിലായി നല്ല ഭംഗിയുള്ള ടെക്സ്ചർ ഡിസൈനൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. TV യൂണിറ്റും അതുകൂടാതെ ഒരു ഭാഗത്തായി സ്റ്റഡി ടേബിൾ കൂടി ബിൽഡർ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ കാണുന്ന ഡോറ് തുറന്നാൽ നമ്മൾ നേരെ ചെല്ലുന്നത് വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. 8 അടി നീളവും 10 അടി വീതിയും വരുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കബോർഡ് വർക്ക് നമുക്ക് ഇവിടെ കാണാം. തീർച്ചയായും ബാത്റൂമും ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടിയിലധികം വലിപ്പം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടിയോളം വലിപ്പം വരുന്നൊരു ബാൽക്കണിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പാനൽ വർക്കൊക്കെ കൊടുത്ത് സീലിംഗും മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയിലേക്കൊന്ന് പോയി നോക്കാം. കളമശ്ശേരിക്കും കാക്കനാടിനും ഇടപ്പള്ളിക്കുമൊക്കെ എളുപ്പത്തിൽ പോകാൻ പാകത്തിന് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് വില നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1715 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണുകളും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.